ഹലോ 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 പറയച്ചി. ഞാൻ രാവിലെ തുണി കഴുകുക കേട്ടോ. എല്ലാരും ചായയൊക്കെ കുടിച്ചോ? എല്ലാരും രാവിലെ എണ്ണിച്ചോ? ഓ എല്ലാരും ചായയൊക്കെ കുടിച്ചു ചേച്ചി. പിന്നെ എല്ലാരും എനിക്ക് ലൈക്ക് തരണം, കമന്റ് തരണം, ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാരും ചെയ്യണേ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാനൊക്കത്തുള്ളു. മതി മതി മതി, ഇനി മുന്നോട്ട് പോയാൽ ശരിയാവില്ല. ഒന്നാമത് ക്യാമറമാൻ ശരിയല്ല, കയറല്ലാണ്ട് കെട്ടി തൂക്കിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഹലോ ഗൈസ്, അപ്പൊ എന്നത്തെ പോലെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ആ സൈഡിലെ മാവിലെ മാങ്ങയോടാ നോക്കിയത്. ഹലോ ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പോവാം. തീട്ടം എന്ന് പറഞ്ഞാൽ ഒക്കെ ഒരുപോലെ. രാജാവ് തൂറിയാലും തീട്ടാണ്, കുബേരൻ തൂറിയാലും തീട്ടാണ്, അതേ മസ്തൂരി തൂറിയാലും തീട്ടാണ്, അടിമ തൂറിയാലും തീട്ടാണ്, മുസ്ലിയാര് തൂറിയല്ല തീട്ടാണ്. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. എന്റെ പൊന്നു മുസ്ലിയാരെ, നിങ്ങളൊക്കെ അല്ലേ ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇതുപോലെ പൊതുവേദി കയറി നിന്നിട്ട് വെറും തീട്ടൊക്കെ സാവല്ലേ നിങ്ങള്. രാജാവ് തൂറിയാൽ സ്വർണ്ണത്തീട്ടം, കുബേരൻ തൂറിയാൽ വെള്ളിത്തീട്ടം, അങ്ങനെ ഉണ്ടാവില്ല. തീട്ടം എന്ന് പറഞ്ഞാൽ അത് ചെറിയ ക്യാരറ്റ് കമ്മി, 19 ക്യാരറ്റ്, 916 ക്യാരറ്റ്, 23 അങ്ങനെയൊന്നും ഉണ്ടാവില്ല. തീട്ടം തീട്ടം ഒക്കെ തീട്ടം. ഇയാള് എന്റെ പഞ്ഞ മുസ്ലിയാരെ അങ്ങനെയൊന്നും പറയാൻ പറ്റൂല. ചിലവര് 26 ക്യാരറ്റ് ആൾക്കാർ വരെ ഉണ്ട്. ചിലവർക്ക് പച്ചവെള്ളം വരെ പറഞ്ഞു തീട്ടൊക്കെ സാവടെ. ഞാൻ ഹലോ തീട്ടാണ്. മാർക്കൊന്നും ജീവിക്കാനും ആഗ്രഹമില്ലടാ. ആ ചന്തിയിലെ പെയിന്റ് അങ്ങ് പോയിരുന്നെങ്കിൽ നാട്ടുകാർക്കെങ്കിലും 2 ദിവസം സമാധാനമായിട്ട് റോട്ടി ഇറങ്ങി നടക്കായിരുന്നു. കഴിവുണ്ട്, പക്ഷെ കഴിവറത്തരെ കാണിക്കുള്ളൂ. ഇത് അങ്ങനെ പറയണം. ഭാഗ്യത്തിന് അത് കേരളത്തിലല്ല. കേരളത്തിലായിരുന്നെങ്കിൽ കൈകാലം തല്ലി ഒടിക്കുമെന്നും പറഞ്ഞിട്ട് ഒരു ടീം ഇറങ്ങിയിട്ടുണ്ട്. മണക്കച്ചിറ കിഴക്കമുത്തൂർ റോഡിൽ റീൽസ് ഷൂട്ടിംഗ് തിരക്കാണ്, പ്രത്യേകിച്ച് അവധി ദിനങ്ങളിൽ. സാധാരണയിലും വാഹനത്തിരക്ക് കുറവുള്ള പാത എന്നതാണ് ഷൂട്ടിങ്ങിനുള്ള മെച്ചം. ഞങ്ങളുടെ സഹപ്രവർത്തകന്റെ ഓട്ടോ ഇവിടെ വെച്ച് റീൽസ് എടുത്ത ഒരു സംഘം ഇടിച്ചു തെറിപ്പിച്ച് അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള പരിക്കുണ്ട്. വണ്ടി പറഞ്ഞു, കയ്യുടെ മുട്ട് പോയി, ഈ സൈഡ് മുഴുവൻ പരിച്ഛേദമായിട്ട് പോയിരിക്കുന്നു. കൈ അനക്കാൻ വയ്യാത്ത രീതിയിലായിരിക്കും ഇപ്പം. ചേട്ടാ, ഇതിപ്പോ എന്ത് ചെയ്ത്? ഇനിയിപ്പോൾ നമ്മളൊരു മുന്നറിയിപ്പ് എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഒരു ഫ്ലെക്സ് വെക്കാൻ പോവാണ്. ഇനി ഈ റോഡിൽ റീൽസ് എടുക്കാൻ വന്നാൽ അവരെ നമ്മൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുന്നുള്ള രീതിയിലൊരു ബാനർ ഇവിടെ കെട്ടാനായിട്ട് ഞങ്ങൾ പോവാണ്. ഈ റോഡിൽ ഇരുചക്ര വാഹനത്തിന്റെ റീൽസ് എടുക്കുന്നവന്റെ കൈയും കാലും തല്ലിയൊടിക്കും എന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ. എവിടെ? കിഴക്കൻ മുത്തൂർ. സംഭവമൊക്കെ കൊള്ളാം. റോഡിൽ കറാമ്പറപ്പൊക്കെ കാണിക്കണമാരെ ഒന്ന് പേടിപ്പിച്ചൊക്കെ വിടുന്നത് നല്ലത് തന്നെ. പക്ഷേ ഈ ഫ്ലെക്സ് അടിച്ചുകൊണ്ട് വെച്ച ചേട്ടന്മാരോട് ഈ പിള്ളേർക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓട്ടോ ഓടിക്കുന്ന ചേട്ടന്മാരോട് എനിക്ക് പറയാനുള്ളത്, ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് തിരിക്കുക, പിന്നെ ആ കണ്ണാടിയിലൊന്ന് നോക്കുന്നത് നല്ലതാണ്. വേറൊരുത്തൻ ഇതുപോലൊരു ഓട്ടോ എണ്ണം കാരണം എന്റെ കയ്യിലെ വിരള് ഒരെണ്ണം റോഡിൽ നിന്ന് എടുത്ത് രണ്ടാമത് ഫിറ്റ് ചെയ്യുമായിരുന്നു. ഇൻഡിക്കേറ്റർ ഇടാതെ റോഡിലോട്ട് വണ്ടി പകുതി കയറ്റി വെച്ചിട്ട് തല എടുത്ത് വെളിയിലിട്ട ഒരു നോട്ടമുണ്ട്. അത് കാണുമ്പോഴാണ് പിള്ളേര് പറയണ ചില കാര്യം ഇല്ലാതില്ല കേട്ടാ. ഞാനും പലതവണ കണ്ടിട്ടുണ്ട്. നിങ്ങളിൽ പലരും അതും കണ്ടിട്ടുണ്ടാവും. എന്നും പറഞ്ഞ എല്ലാ ഓട്ടോക്കാരന്മാരും അങ്ങനെ ആണെന്നല്ല കേട്ടാ, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ ഈ ഓട്ടോ ചേട്ടന്മാരോടാണ്, ഈ പിള്ളേരെ പേടിപ്പിച്ച് ആദ്യം ഫ്ലെക്സ് വെക്കുന്നതിന് മുന്നേ നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പിൽ, നിങ്ങളുടെ ആ ഓട്ടോറിക്ഷ യൂണിയനിൽ ഒരു അറിയിപ്പ് കൊടുക്കുക. നിയമങ്ങളൊക്കെ പാലിച്ച് വണ്ടി ഓടിക്കുക. അല്ലെങ്കിൽ നാളെ പിള്ളേർ ഇതുപോലെ ചിലപ്പോൾ ഫ്ലെക്സ് വെച്ചെന്ന് വരും. നിയമം നോക്കാതെ വണ്ടി ഓടിക്കണ ഓട്ടോ ചേട്ടന്മാരെ പിള്ളേരെ കയറി കൈയും കാലും തല്ലി ഓടിക്കും. അപ്പൊ എന്തായാലും കൊള്ളാം. പിള്ളേരായാലും ഓട്ടോക്കാരായാലും നിയമമൊക്കെ അനുസരിച്ച് വണ്ടി ഓടിച്ചാൽ ഒന്നുമില്ലെങ്കിലും വെറുതെ തോൽ അതേപോലെ കാണൂടെ. ഇല്ലെങ്കിൽ ഇപ്പൊ ആദ്യം റോഡിൽ ഇറങ്ങി തീരും. സൂക്ഷിക്കാൻ ജക്കിക്കണ്ട. നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? ബ്രോ, എനിക്ക് 22 വയസ്സ്. ബ്രോ, നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 23. ബ്രോന് എത്ര വയസ്സുണ്ട്? ഓ, എനിക്ക് 27 വയസ്സായിട്ടുള്ളൂ. ബ്രോ, വൈഫും ലീഗ് എങ്ങനെ പിള്ളേരൊക്കെ സുഖമായിട്ടിരിക്കും? പൈസയൊന്നും ഇല്ലാതിരിക്കും. വീട്ടുകാർക്ക് പൈസ കൊടുക്കാൻ വയസ്സായി ഇവിടെ കഞ്ചാവ് സാമാനമൊക്കെ പോകുന്നുണ്ടോ? അവസാനം ചോദിച്ചത് സാമാനമൊക്കെ പോകുന്നുണ്ടോ? അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ. എടാ, 27 വയസ്സൊന്നും ഒരു വയസ്സല്ല. ഒരു 30 ആണെങ്കിൽ ചിലപ്പം പണി പാടും. ഇവിടെ ഞാൻ കല്യാണത്തിന്റെ കാര്യമാണ് കേട്ടോ പറയണത്. 30 വയസ്സ് കഴിഞ്ഞാൽ ആമ്പിള്ളേരുടെ ഡിമാൻഡ് ഇടിയും എന്നാണ് ഒരു നാട്ടു പറച്ച്. എന്നും പറഞ്ഞ് നിങ്ങൾ പേടിക്കാന്നും വേണ്ട കേട്ടാ. ചില പെൺപിള്ളേർക്ക് കുഴിയിൽ കാലം നീട്ടിരിക്കണ അപ്പന്മാരെയാണ് വേണ്ടത്. വേണ്ട ഇതുപോലെ. എടാ, ഇത് അപ്പച്ചനും മോളും അല്ല കേട്ടാ, 2 കമിതാക്കളാണ്. അവർക്ക് ജനിച്ച കുട്ടിയാണ് ആ കാണുന്നത്. പണത്തിന്റെ പവറാണോ അതോ പ്രണയത്തിന്റെ പവറാണോ എന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ ഭൂമിയിലുണ്ട്. ഇതുപോലുള്ള പെമ്പിള്ളേരുള്ളപ്പോ നിങ്ങൾ എന്തിനാ പേടിക്കണത്? 27, 30 ഒരു വയസ്സല്ലടാ മോനെ. ദൈവം എവിടെയോ പടച്ചു വെച്ചിട്ടുണ്ട്. സമയമാകുമ്പോ എത്തിക്കോളും. അങ്ങനെ വിചാരിച്ച് സമാധാനിക്കാൻ കേട്ടാ. ഒരു ദിവസം പെണ്ണായിട്ട് ജീവിക്കാൻ ഒരു അവസരം കിട്ടി. അപ്പൊ നീ എന്ത് ചെയ്യും?
പെണ്ണുങ്ങൾ ആരും കുളിക്കത്തില്ല, ഞങ്ങള് മാറിയിരിക്കുന്നത്. ആ പുഴുപ്പിയുള്ള ഫുള്ള് സത്യം തന്നെ. പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങളുടെ കൂടെ ഒന്നും ഇരിക്കാറില്ല. ഞങ്ങളൊക്കെ ഒരു ബെഞ്ചിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രം ഇരിക്കാത്തോളൂ. മിക്കവാറും ഉമ്മാര് ക്ലാസ്സിൽ കയറി ചെല്ലാൻ അന്ന് തന്നെ ആയിരിക്കും ഉമ്മാരെ കബറടക്കും. പെണ്ണുങ്ങളൊന്നും കുളിക്കത്തില്ല. എന്റെ ക്ലാസ്സിലെ മുഴുവൻ പെണ്ണുങ്ങളും കുളിക്കത്തില്ല. എന്നാലും പിള്ളേർ ധൈര്യം നോക്കണേ. എന്ത് ധൈര്യത്തിലൂടാ നിങ്ങൾ തിരിച്ച് ക്ലാസ്സിൽ കയറി പോണത്? പെൺപിള്ളേരെല്ലാം കൂടെ ഞരടി അങ്ങ് വിടും. സത്യം തന്നെ. പിന്നെ ഞങ്ങൾ പെണ്ണുങ്ങളുടെ കൂടെ ഒന്നും ഇരിക്കാറില്ല. ഒരു ഡയലോഗ് ഡെലിവറി ഉണ്ടോ? പിള്ള മനസ്സിൽ കള്ളയില്ലെന്നല്ലേ? ഇനി ഉള്ളത് തന്നെയാടാ ഇതൊക്കെ. എന്തായാലും ഈ വീഡിയോയുടെ അടിയിൽ പിള്ളേരുടെ തന്തയ്ക്കും തള്ളയ്ക്കും വരെ വിളിച്ച ടീംസുകളുണ്ട് കേട്ടോ. ഇവന്റെ ഉമ്മ കുളിക്കും, നീ പോടാ മാക്രി, നിന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ കുളിക്കുന്നില്ല എന്ന് വെച്ച് എല്ലാരും അങ്ങനെ അല്ല. പോടാ മാക്രികളെ, നിന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ കുളിക്കാതായിരിക്കും അല്ലേ പുല്ല്. ഇതിന് ഡാർക്ക് ആയിട്ടൊക്കെ ചില കമന്റുകൾ വന്നിട്ടുണ്ട്, അതൊന്നും വായിക്കാൻ പറ്റില്ല. ഇവരെയൊക്കെ ഉമ്മമാർ കുളിക്കാറുണ്ടാകില്ല, അത് കണ്ട് വളരുന്നുണ്ടാകും. ഇങ്ങനെ സംഭവം പിള്ളേര് ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോൾ അടിച്ചതാണ്. അതിങ്ങനെയൊക്കെ ആകുമെന്ന് അവരും വിചാരിച്ചു കാണൂല. ഇതിന്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ ഒരു കമന്റ് കേട്ടാ. ദയവ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ കേൾക്കുന്നവർ അവരുടെ വീട്ടുകാരെ പറയുന്നത് നിർത്തുക. ഞാൻ ഹോസ്റ്റലിൽ നിന്നിരുന്നപ്പോൾ മുക്കാ പെൺകുട്ടികളും ഡെയിലി കുളിക്കാറില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ചിലർ അടുത്ത് വരുമ്പോൾ ഓക്കാനിക്കാൻ വരും. ഈ കമന്റ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്തിട്ടാ. അങ്ങനെ കൊണ്ടാടാ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ എന്താ പറ, എനിക്കറിയില്ല. അവിഹിതങ്ങൾ തന്നെ ഈ നാട്ടില്. എനിക്ക് നാട്ടിൽ നിൽക്കാൻ തന്നെ പേടിയാവുന്നു. ആരെ സ്നേഹിക്കൂടെ വിശ്വസിച്ച്? അതായത് ഹാഷിർ അല്ല ഏട്ടാ, ഹാഷിറിന്റെ അപരനാണ് അപരൻ. കേരളത്തിലെ പിള്ളേരെ സ്വഭാവമൊക്കെ മാറിപ്പോയി ഒരുപാട്. നീ പറഞ്ഞ സത്യം. ആ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കനെ ഇല്ല, നമ്മളെ കേക്ക് കണ്ടിക്കുന്ന കത്തി ബാക്കിൽ നിന്ന് എടുത്തിട്ട് എന്റെ കാലിന്റെ എവിടെ നിന്നിട്ട് ഒരയ്ക്കുന്ന ഏറെക്കുറെ ചായ ഉണ്ടല്ലേ. ഇതല്ലടാ വിറ്റ്. ഇവന്മാരെ വീഡിയോ ഇറങ്ങിയതിനു ശേഷം കമന്റ് ബോക്സിലാണ് കൂടുതൽ ബെറ്റ്. ഈ കാരണം ഹാഷിറിന്റെ വാപ്പ വീട്ടിൽ കയറാതെ നടക്കുകയാണ്. കൊട്ടി ഹാഷിറിന്റെ വാപ്പാക്ക് വരെ കൊട്ടി കിട്ടി തുടങ്ങി. ആ മനുഷ്യതൊന്നും അറിയാതെ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിരിക്കും. സോഷ്യൽ മീഡിയയിൽ വന്ന ഇതാണ് കുഴപ്പം. തന്തയ്ക്ക് തള്ളക്കും വിളി എവിടെ നിന്നൊക്കെ വരണമെന്ന് പോലും അറിയാൻ പറ്റൂല. ഒരാളെ പോലെ 7 പേരോ 9 പേരോ ഉണ്ടെന്നല്ലേ പറയണത്. അതിലേതെങ്കിലും ഒരുത്തനായിരിക്കും. പിന്നെ ഈ 9 പേരും അടുത്തടുത്ത് വരാതിരുന്നാൽ മതി. അതാണ് എന്റെ ഒരു ഗുഡ്സ്. ഇത് ഇരുളല്ല, ഇത് ഒളിയല്ല, അത് രണ്ടോടും ചേരാത്ത പൊന്നേരം. ഇപ്പൊ പാടിയപ്പോഴേ കംപ്ലീറ്റ് ഒരു ഫോൾസ് വോയിസിലാണല്ലോ പാടിയത്. അതല്ലാതെ ശരിക്കുള്ള ശബ്ദത്തില് അത് വേണ്ട. ശരിക്കുള്ള ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. ഒരുപാട് ഗാനങ്ങൾ നമ്മളെ പാടി നമുക്ക് സന്തോഷം നൽകുന്ന അത് വിളിച്ചേട്ടാ. മൂക്ക് വാങ്ങി പോയെങ്കിലും ആൾക്കാരുടെ എന്നും മനസ്സിൽ നിൽക്കുന്ന കിണ്ണം കാച്ചിയ പാട്ട് അതങ്ങനെയാണടാ. കുറച്ച് കളിയാക്കലൊക്കെ കിട്ടിയാലും നനച്ച വണ്ടി വരുമ്പോ നമ്മളെ കൊണ്ടുപോയിക്കോളും. മെഹർബാ മെഹർബാ പുതുക്ക പെണ്ണേ മെഹർബാ, പട്ട് തൊട്ട പൊന്ന് നിന്റെ മഹർ മെഹർബാ, നിന്റെ പകിട്ടില് കണ്ണ് വെക്കണ പുതുമണവാളൻ. എന്തെങ്കിലും വിഷമമുണ്ടോ മനസ്സിലെ? ഇല്ല, വിഷമൊന്നുമില്ല. അല്ല, ചിരി അങ്ങ് വരുന്നില്ലേ പാടുന്ന സമയത്ത്? ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. എടാ ഇവന്മാര് കളിയാക്കി വിടുന്നവന്മാരെല്ലാം രക്ഷപ്പെടുകയാണ് കേട്ടാ. ഈ സംഭവം എന്താന്ന് വെച്ചാൽ റിയാലിറ്റി ഷോയ്ക്ക് വേണ്ടിയിട്ട് ഓഡീഷൻ ചെയ്യുന്നതാണ്. സംഗതി ഇവന്മാരെ ഓഡീഷൻ ആണെങ്കിലും ഇതിൽ കൂടുതൽ നടക്കുന്നത് പാടാൻ വരുന്നവർക്കിട്ടുള്ള ഊക്കാണ്. ഇവന്മാര് 3 കൂടെ വട്ടത്തിരുന്ന് ഊക്കി വിടി പാടാൻ വരുന്ന പിള്ളേരെ. പക്ഷെ ഇത് ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ഇവന്മാരെ മുന്നിൽ വന്ന് പാടിയിട്ട് പോയമാരെല്ലാം ഇന്ന് വേറെ ലെവലാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിൽ ഇവന്മാരുടെ ഊക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് കമന്റ് ബോക്സിൽ ബഹളമാണ്. ചേട്ടാ ഈ ഓഡീഷൻ പോലെ ഇനിയും വെക്കാമോ? എത്ര വേണേലും കളിയാക്കിക്കോ, രക്ഷപ്പെടുമെന്നൊരു ഉറപ്പ് കിട്ടുമല്ലോ എന്ന്. അത് സത്യം തന്നെ കേട്ടോ. ഇവന്മാര് ഊക്കി വിട്ടവന്മാരെല്ലാം ഇന്ന് വേറെ ലെവലിലാണ്. അതിൽ തന്നെ ഒരുത്ത നമ്മളെ കൈയില്ലേ, അവനെ വട്ടത്തിൽ ഊക്കി വിട്ടതാണ്. എന്താ നായ്ക്കളെ ചിരിച്ചണോ? വാ ഒരു കാര്യം കാണിച്ചരാ. ഇതൊന്നും നോക്കാ. എന്തിത്തടാ ഇത്? നല്ല മൊയ്ത്ത കരടിയാണല്ലോ. നിങ്ങൾ ഇന്നെ കൂട്ടാ ടൂറേറ്റ പോയോ? ആയിക്കോട്ടെടാ. ആ കള്ള നായ്ക്കൾ ഇപ്പൊ എവിടേക്ക് പോവാണെങ്കിൽ നമ്മളാണ്. ഞാനാണെങ്കിൽ ഇതുവരെ കരടീനാണെങ്കിൽ നേരിട്ട് കണ്ടിട്ടുമില്ല. മുഴുത്ത കരടിന്ന് കൊള്ളാം. കണ്ടന്റ് ഒക്കെ കൊള്ളാം. എന്നാലും ചേട്ടാ കരടിയുടെ പപ്പും പൊടിയൊക്കെ വല്ലപ്പോഴാണ് വൃത്തിയായി കുടിക്കും കേട്ടോ. സഞ്ചരിക്കുന്നത് മൃഗശാലയെ.
എന്റെ ജംഗ്ലി റബിയിൽ തൊടുന്നോടാ. ഇയാളാണെങ്കിൽ ഊക്കിടണ എല്ലാ പരസ്യത്തിലും പോയി അഭിനയിച്ചിട്ടുണ്ട് കേട്ടാ, ഒന്നും വെറുതെ വിട്ടിട്ടില്ല. എന്തായാലും ആ റീൽ ചെയ്തവന്റെ ക്രിയേറ്റിവിറ്റി കൊള്ളാം കേട്ടാ. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോടാ നീയൊക്കെ. ആരാ നീ? നിനക്കെന്താ വയ്യേ? രാവിലെ വീട്ടില് ചപ്പാത്തിക്കാണ്ട കുഴച്ചു വെച്ച മാവാണ്. നിക്കറെടുത്തിറാർക്കാ? ഇനി ആരംഭിക്കണ്ട അണ്ണാ, അതുവഴി അങ്ങ് പൊക്കോ. ഇനി വരികയാണെങ്കിൽ നിക്കറിട്ടിട്ട് വരും കേട്ടാ. ജെട്ടി ബെൽറ്റ് എങ്ങൾക്ക് തേവയില്ലേ, ഉങ്ങൾക്ക് இருந்தா മീറപ്പെടും. എടാ ഒരു നിക്കറെടുത്തിട്ടിട്ട് വാടാ, വന്നിട്ട് നീച്ചോ കാണീര്. എന്തായാലും കൊള്ളാടാ, കൊള്ളാം. നിന്റെ റീല് കൊള്ളാം, അടിപൊളി.